നമസ്കാരം. ഇനി സ്കൂളുകളിൽ കുട്ടികളെ ടീച്ചർമാർക്ക് ചൂരൽ കൊണ്ടുള്ള പ്രയോഗമൊക്കെ അത്യാവശ്യമാകാം. കേരള ഹൈക്കോടതി ഇത്തരത്തിൽ പറഞ്ഞു എന്നൊരു വാർത്ത കണ്ടു. സത്യാവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ. കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഒരു വിധി പറഞ്ഞു. വേറൊന്നുമല്ല, തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ കുട്ടിയെ ടീച്ചർ ചൂരൽ കൊണ്ട് പുറകിലൊന്ന് തല്ലി. 2 ദിവസം കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ പരാതിയും കൊടുത്തു. ടീച്ചർ കേസിൽ പ്രതിയുമായി. ഈ കേസാണ് കേരള ഹൈക്കോടതി പരിഗണിച്ചത്. കേരള ഹൈക്കോടതി ഈ കേസ് പരിശോധിക്കുമ്പോൾ കുട്ടിക്ക് ടീച്ചറുടെ കയ്യിൽ നിന്ന് ചൂരലിന് ഒരടി കിട്ടി എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ കുട്ടിയുടെ സ്വഭാവം നന്നാവുന്നതിനോ അല്ലെങ്കിൽ കുട്ടിയുടെ വികൃതി ഒന്ന് നിയന്ത്രിക്കുന്നതിനോ വേണ്ടി മാത്രമാണ് ടീച്ചർ ഇത്തരത്തിലൊരു ചൂരൽ പ്രയോഗം നടത്തിയത് എന്നാണ് കോടതിക്ക് മനസ്സിലായത്. കുട്ടി ഇത് വീട്ടിൽ പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ ഇത് പോലീസ് കേസാക്കി. ഈ കേസിൽ കോടതി പരിഗണിച്ച വിഷയം ഒന്നേ ഉള്ളൂ: 118 BNS എന്ന വകുപ്പ് ടീച്ചർക്കെതിരെ നിലനിൽക്കുമോ ഇല്ലയോ. ഇവിടെ ഒരു ഡേഞ്ചറസ് വെപ്പൺ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നത് കോടതിക്ക് വ്യക്തമായി. പിന്നെ കോടതി പരിഗണിച്ച കാര്യങ്ങൾ കുട്ടി ഒന്ന് നന്നാവുന്നതിനോ അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കാതെ വരുമ്പോഴോ റീസണബിളായ ഒരു ഫോഴ്സ് ടീച്ചർ ചൂരൽ വഴി നടത്തിയാൽ അതത്ര വലിയ ഒരു കുറ്റകൃത്യമായി കാണാൻ കഴിയില്ല എന്ന് മാത്രമേ കോടതി ഈ വിധിന്യായത്തിൽ നിരീക്ഷിച്ചിട്ടുള്ളൂ. അല്ലാതെ കുട്ടികളെ ചൂരൽ വെച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വെപ്പൺ വെച്ചോ ഒക്കെ മൃഗീയമായി ഉപദ്രവിച്ച് പരിക്കേൽപ്പിക്കുന്നതിനൊന്നും ഈ വിധിന്യായം സപ്പോർട്ടുമല്ല. അത്തരത്തിൽ ചെയ്തോളാൻ ഹൈക്കോടതി ആർക്കും ഒരു അനുവാദവും കൊടുത്തിട്ടില്ല.